ഒരു 19കാരൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ മൂക്കത്ത് വിരൽ വെച്ച് എന്നോട് ചോദിക്കാം. അതെ, 19കാരൻ അതൊക്കെ ചെയ്തു. അയാളുടെ പേര് ദേവദത്തൻ എന്നാണ് പേര്. 19കാരൻ്റെ സ്വദേശമാകട്ടെ പത്തനംതിട്ട മലയാലപ്പുഴയിലും. ഇവനെ അറസ്റ്റ് ചെയ്ത മലയാലപ്പുഴ പോലീസും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇവൻ എന്തു ക്രൂരനാണ്, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എന്താണ് ഈ 19കാരൻ ചെയ്തത്, ദേവദത്തൻ ചെയ്തത്? നമുക്കൊന്ന് പരിശോധിക്കാം. ഇയാൾ വൈകുന്നേരം ഒരു സ്ഥാപനത്തിൽ ജോലിയൊക്കെ കഴിഞ്ഞ് തിരികെ വരുന്ന വഴിയിൽ സ്വകാര്യ ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. ആ പെൺകുട്ടിക്ക് പ്രായം 15ആണ്. അങ്ങനെ നിരന്തരം പെൺകുട്ടി ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് ഈ സേട്ടനെ പരിചയപ്പെടുന്നത്. സേട്ടൻ പെൺകുട്ടിയുടെ കാര്യങ്ങളും വിശദാംശങ്ങളും ഒക്കെ തിരക്കി. 4 വയസ്സിൻ്റെ അന്തരമല്ലേ ഉള്ളൂ. ഇവനും ഇപ്പോഴങ്ങോട്ട് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് പ്രായപൂർത്തിയായതേ ഉള്ളൂ. ഓട്ടവകാശമൊക്കെ കിട്ടിയതേ ഉള്ളൂ. ഈ ദേവദത്തൻ ഈ പെൺകുട്ടിയെ അങ്ങോട്ട് ശരിക്ക് പ്രണയിച്ചു. പെൺകുട്ടിക്കും സേട്ടനോട് ഭയങ്കര പ്രണയം. അങ്ങനെ പ്രണയം മൂത്ത് ഈ പെൺകുട്ടി എന്ത് ചെയ്തു, വീട്ടിൽ ഉപയോഗിക്കാൻ ഒരു മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ട് പെൺകുട്ടിക്ക്. രക്ഷിതാക്കൾ അവരെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഒരു ഫോൺ ഈ മകൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. മകൾ അതിനകത്ത് എന്ത് ചെയ്തു, വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാൾ ചെയ്തു, സ്നാപ്ചാറ്റ് ഇൻസ്റ്റാൾ ചെയ്തു. അങ്ങനെ ഒരേ ചാറ്റിംഗ്, ഈ സേട്ടനുമായി ചാറ്റിംഗ്. 19കാരനായ ദേവദത്തൻ ആ ചാറ്റിങ്ങിൽ അങ്ങോട്ട് വലിയ സംപ്രീതനായി. ഒരു ദിവസം ഈ ചാറ്റങ്ങ് വഴിവിട്ടുപോയി. അത് പെൺകുട്ടിയുടെ അമ്മ കാണുകയും ചെയ്തു. സേട്ടൻ എന്തൊക്കെയോ ചാറ്റ് ചെയ്തു. അക്കൂട്ടത്തിൽ ചേട്ടൻ പറഞ്ഞു, ഞാനിതാ ചെന്നൈയിലേക്ക് പോവുകയാണ്, നീ കുറച്ച് ദിവസം കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇത് പെൺകുട്ടിയുടെ അമ്മ കണ്ടു. പെൺകുട്ടിയുടെ അച്ഛൻ ഈ യുവാവിനെ വിളിച്ച്, അതായത് ദേവദത്തനെ വിളിച്ച് താക്കീത് ചെയ്തു. ഇനി ഇങ്ങനെ പെൺകുട്ടിയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത്, ഫോൺ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവൻ ചെന്നൈയിലേക്ക് കടന്നു. ചെന്നൈയിലേക്ക് കടന്നിട്ട് അവിടെ കൂടി അണ്ടർഗ്രൗണ്ട് വഴി ഈ പെൺകുട്ടിയെ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പോലീസിനും ഉത്തരമില്ല. പെൺകുട്ടി ഈ മൊബൈൽ ഫോണിൽ നിന്ന് രേഖകൾ ഡിലീറ്റ് ചെയ്തോ എന്നും അറിയില്ല. ഏകദേശം 3 മാസക്കാലം ഈ പെൺകുട്ടിയുമായി ഈ സേട്ടന് ബന്ധമൊന്നുമില്ല. ഫോൺ വിളിയോ സംഭാഷണമോ ചാറ്റോ ഒന്നുമില്ല. അവൻ തിരികെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന ഉടനെ വീണ്ടും കൃമികടി തുടങ്ങി. ഈ പെൺകുട്ടിക്ക് വീഡിയോ സന്ദേശങ്ങളും ചാറ്റുകളും അയക്കാൻ തുടങ്ങി. പെൺകുട്ടിയും ചേട്ടനെ ചെന്നൈയിൽ നിന്ന് തിരിച്ചു വന്ന ചേട്ടനെ കണ്ടതിലുള്ള ആനന്ദ നിർവൃതിയിലായിരുന്നു. ഈ പെൺകുട്ടിയെയും നമുക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. 15 വയസ്സ് ഉള്ളൂ, പ്രായപൂർത്തിയായിട്ടില്ല. ഈ പെൺകുട്ടിയും പെൺകുട്ടിക്ക് കൊടുത്ത സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിയെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അധ്യാപകരത് പറയുന്നുമുണ്ട്. അങ്ങനെ വീണ്ടും ചാറ്റും സംഭാഷണവും ഒക്കെ തുടങ്ങി. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ, അതായത് ജൂൺ 27-ന് ഈ ചേട്ടൻ എന്ത് ചെയ്തു, അതായത് ദേവദത്തൻ ഈ പെൺകുട്ടിയെ അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു. ഈ പെൺകുട്ടി നേരെ ആ ചേട്ടൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയി. പ്രണയം മൂത്തിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ വെച്ച് ഈ ചേട്ടൻ ഈ പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചു, അതായത് ലൈംഗികമായി പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു എന്ന് ചുരുക്കം. അതിനുശേഷം അതായത് ജൂൺ 27-ന് ആദ്യ ഇൻസിഡന്റ് ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് അതിൽ കുറ്റബോധമോ വിഷമമോ ഒന്നും ചേട്ടനും തോന്നിയില്ല, ഈ പെൺകുട്ടിക്കും തോന്നിയില്ല. അത് കഴിഞ്ഞ് ജൂലൈ 11-ന് പെൺകുട്ടിയുടെ വീട്ടിൽ ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല. എന്തോ സാഹചര്യം, അവർ പുറത്തായിരുന്നു. അപ്പോൾ ഈ ചേട്ടനെ പെൺകുട്ടിയുടെ വീട്ടിൽ വന്നു ഒളിച്ച് കടന്നു. എന്നിട്ട് പെൺകുട്ടിയുടെ മുറിയിൽ വെച്ച് പെൺകുട്ടിയെ പല തവണ ലൈംഗികമായി ബന്ധപ്പെട്ടു. എന്നിട്ട് കരിമ്പിൻ ചെണ്ടി പോലെ ഉപേക്ഷിച്ചു. ഇതാണ് സംഭവിച്ചത്. അങ്ങനെ പെൺകുട്ടി സ്കൂളിൽ വന്നപ്പോൾ പെൺകുട്ടിയുടെ ശരീരപ്രകൃതത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ചില മാറ്റങ്ങൾ അധ്യാപികമാർ ശ്രദ്ധിച്ചു. എന്താണ് സംഭവിച്ചത്, ഈ പെൺകുട്ടിക്ക് ജൂലൈ 11-ന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് അധ്യാപികമാർ തിരക്കി. പെൺകുട്ടിയോട് സംസാരിച്ചു, വിശദമായി സംസാരിച്ചു. അപ്പോൾ പെൺകുട്ടി തത്ത പറയുന്നത് പോലെ പറഞ്ഞു, ഞാനൊരു ചേട്ടനെ പ്രൈവറ്റ് ബസ്സിൽ വെച്ച് കണ്ടുമുട്ടി, ചേട്ടനുമായിട്ട് ഇഷ്ടമായിരുന്നു, ചേട്ടൻ ചെന്നൈക്ക് പോയി, ചേട്ടൻ ചെന്നൈയിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം ഞങ്ങൾ വീണ്ടും ഇഷ്ടം തുടർന്ന ചേട്ടൻ എന്നെ ജൂൺ 27-ന് സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു. ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ പോയി. അവിടെ വെച്ച് ചേട്ടൻ എൻ്റെ ശരീരത്തിൽ അനാവശ്യമായി തൊടുകയും ലൈംഗികമായി ബന്ധപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ചേട്ടൻ എൻ്റെ വീട്ടിലേക്ക് വന്നു, ആരും കണ്ടില്ല, എന്നെ പലതവണ ലൈംഗികമായി ഉപയോഗിച്ചു. ഇത് അധ്യാപകരെ ആകെ ഞെട്ടിച്ചു. ഈ പെൺകുട്ടിയെക്കുറിച്ച് അങ്ങനെ ഒന്നുമല്ല ധാരണ. ഒരു സാധാരണ വീട്ടിലെ പെൺകുട്ടിയാണ്. അങ്ങനെ ഒരു ധാരണയെ അധ്യാപകർക്കില്ല. ഇങ്ങനെ വഴിപിഴച്ചു പോകുമെന്നോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നോ ഇല്ല. അധ്യാപകർ ഞെട്ടി. അധ്യാപകർ ഉടനെ രക്ഷിതാക്കളെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. അങ്ങനെ ഈ പിതാവ്, പെൺകുട്ടിയുടെ അച്ഛൻ, ഏറ്റവും വലിയ സങ്കടം അച്ഛന്മാർക്കാണ്. അച്ഛൻ നേരെ ഈ ചെറുക്കനെ വിളിച്ചു. നീ എന്തോ തെമ്മാടിത്തമാണ് കാണിച്ചത്, നിന്നെ ഞങ്ങൾ പോലീസിൽ പിടിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു. അച്ഛൻ്റെ സ്വാഭാവികമായ രോഷപ്രകടനം. ഉടനെ അവൻ പറയുകയാണ്, നീ എന്നെ പോലീസിൽ പിടിപ്പിക്കുന്നത് കാണാം. നീ എന്നെ പോലീസിൽ പിടിപ്പിച്ചാൽ നിന്റെ മകളുടെ നഗ്ന വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്, നഗ്ന ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതൊക്കെ എടുത്ത് പുറത്തങ്ങിടും, പുരപ്പുറത്തിട്ട് അലക്കും.
സോഷ്യൽ മീഡിയയിൽ തലങ്ങും വിലങ്ങും കിടന്നോടും. 19കാരൻ ദേവദത്തൻ ഈ ഒരു പെൺകുട്ടിയുടെ അപ്പനോട് പറഞ്ഞ വാക്കുകളാണ്. ഇത് കേട്ടാണ് മലയാലപ്പുഴ പോലീസ് പറഞ്ഞത്, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ 19കാരൻ. 2-3 അടിയൊക്കെ കൊടുത്തു അവനെ കൊടുത്തിട്ട് പോക്സോ കേസ് ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. ഈ 15കാരിയെ കൗൺസിലിങ്ങിനൊക്കെ വിധേയയാക്കി മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാക്കി സ്കൂളിൽ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്ന് തുടരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 19കാരൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ, ഇതിലപ്പുറം ചെയ്യേണ്ട ബിരുദന്മാരുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലേ.